Hi, hello, dear students. Welcome back to Future Plus Academy. Srinath's Open University fifth intake UG PG സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റ്സ് ടോപ്പിക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളിപ്പം നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാമിന്റെ തിരക്കിലാണ്. അപ്പൊ അസൈൻമെന്റ്സ് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രം എഴുതി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി ആ അസൈൻമെന്റ് സൊല്യൂഷൻ ഇ ലേൺ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ MA ഇംഗ്ലീഷ് MA മലയാളം സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ്സ് ആണ് നമ്മുടെ ഇ ലേൺ സ്റ്റോർ വഴി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി എങ്ങനെയാണ് ഇ ലേൺ സ്റ്റോർ ആക്സസ് ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് നോട്ട്സ് പർച്ചേസ് ചെയ്യാന്നുള്ളതും വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ഇ ലേൺ സ്റ്റോർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അസൈൻമെന്റ്സ് കാണും. അതിൽ സെമിസ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നിങ്ങൾ അതിൽ പോയി നോക്കുക. ഇപ്പൊ MA ഇംഗ്ലീഷിന്റെ സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ്, അതായത് അവർക്ക് സെക്കൻഡ് സെമ്മിൽ 5 സബ്ജക്റ്റ് ആണുള്ളത്. റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 1900 to 1945, ഇംഗ്ലീഷ് ക്രിട്ടിക്കൽ ട്രഡീഷൻ ഫ്രം അരിസ്റ്റോട്ടിൽ ടു FR ലെവിസ്, ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്, അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ. ഇത്രയും പേപ്പറിന്റെ സെറ്റ് 1ഉം സെറ്റ് 2ഉം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ ബൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേയ്മെന്റും ചെയ്താൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കാർട്ടിൽ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് തന്നെ അസൈൻമെന്റ്സ് നിങ്ങളുടെ പരീക്ഷ കഴിയുന്ന വർക്ക് എഴുതി തുടങ്ങിക്കൊള്ളുക. കാരണം ലാസ്റ്റ് സെമ്മിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ എഴുതണം. എഴുതി റിട്ടേൺ അസൈൻമെന്റ്സ് ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ അത് പിന്നീട് ഇത്ര MB സൈസിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. ഓഫ്ലൈൻ ആണെങ്കിൽ അത് എഴുതി കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്താണെങ്കിലും എഴുതുക എന്നുള്ളത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അസൈൻമെന്റ്സിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ മലയാളത്തിന്റെ MA മലയാളത്തിന്റെ അസൈൻമെന്റ്സും അവൈലബിൾ ആണ്. BA ഓണേഴ്സ് അസൈൻമെന്റ്സുകൾ വരും ദിവസങ്ങളിൽ തന്നെ ഇ ലേൺ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.